അസ്സലാമു അലൈക്കും. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതചരിത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചവരിൽ ഒരേ ഒരു കന്യക ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഉമ്മുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന നമ്മുടെ എല്ലാവരുടെയും ഉമ്മയായ ആയിഷ ബീവിയുടെ റസൂലുമായുള്ള വിവാഹം അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക തീരുമാനം തന്നെയായിരുന്നു. അവർ വളരെ ബുദ്ധിമതിയും വാഗ്മിയുമായിരുന്നു. റസൂലിൻ്റെ ജീവിതകാലത്ത് തന്നെ അവർ ഒരുപാട് അപവാദങ്ങൾക്ക് പാത്രമായിട്ടുമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെയും കിനാന ഗോത്രത്തിൽപ്പെട്ട ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹയുടെയും മകളാണ് ആയിഷ ബീവി. ഇസ്ലാമിലെ സ്ത്രീകളെക്കുറിച്ചുള്ള പകുതിയിലധികം അറിവുകളും ലഭിച്ചത് ആയിഷ ബീവിയിലൂടെയാണ്. അവർ ഒരു സാധാരണ വ്യക്തിയല്ല. ഖുർആൻ തന്നെ അവരുടെ പരിശുദ്ധിയെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. മക്കയിലാണ് അവരുടെ ജനനം എന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നുണ്ട്. ആയിഷ ബീവിയുടെ വിവാഹാലോചനയുടെ സമയത്താണ് റസൂൽ ഖദീജ ബീവിയുടെ മരണത്തിനു ശേഷമുള്ള സങ്കടത്തിൽ കഴിയുന്ന സമയം. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ആയിഷ ബീവിയെ കാണിച്ചുകൊണ്ട് ഇതാണ് നിങ്ങളുടെ അടുത്ത ഭാര്യ എന്ന് പറയുകയുണ്ടായി. ഇതനുസരിച്ച് ഖൗല റളിയല്ലാഹു അൻഹയെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും അതുപ്രകാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹയും കുടുംബവും വിവാഹത്തിന് സമ്മതം தெரிவிക്കുകയും ചെയ്തു. പ്രവാചകൻ്റെ ഭാര്യാപിതാവ് എന്ന പദവി ആഗ്രഹിക്കാത്തവർ ആരെങ്കിലുമുണ്ടോ? അങ്ങനെ വിവാഹാലോചനയും നടന്നു. പക്ഷേ മക്കയിലെ അവിശ്വാസികളുടെ ഉപദ്രവം സഹിക്കവയ്യാത്തതുകൊണ്ട് റസൂലും കുടുംബവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹയും കുടുംബവും അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അവിടത്തെ ജീവിതത്തിനിടയിൽ 500 ദിർഹം മഹർ കൊടുത്തുകൊണ്ട് റസൂൽ ആയിഷ ബീവിയെ ശവ്വാൽ മാസത്തിൽ വിവാഹം കഴിച്ചു. 9 വർഷം ഒരുമിച്ച് ജീവിക്കാനിടയായി. ആ ഭാഗ്യത്തിനു ശേഷം അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുകയും ചെയ്തു. സ്നേഹത്തോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിളിച്ചിരുന്നത് ഹുമൈറ എന്നായിരുന്നു. മതപരമായ അറിവിൽ അഗ്രഗണ്യയായിരുന്നു ആയിഷ ബീവി. റസൂലിൽ നിന്ന് നേരിട്ട് അറിവ് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവർ. റസൂലിൻ്റെ മരണശേഷം പ്രമുഖ സഹാബികളായിരുന്ന അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവർ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ ആയിഷ ബീവിയെയാണ് സമീപിച്ചിരുന്നത്. ബീവിയുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ കാലഘട്ടം ഇഫ്ക് വ്യാജ പ്രചരണം ആയിരുന്നു. ബനൂ മുസ്തലിഖ് യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ആയിഷ ബീവി ഒറ്റപ്പെട്ടുപോയി. അവർ തിരിച്ച് കൂടാരത്തിനരികിൽ വന്നപ്പോഴേക്കും സൈന്യം പുറപ്പെടുകയും ചെയ്തിരുന്നു. കൂടാരത്തിനുള്ളിൽ ആയിഷ ബീവി ഉണ്ട് എന്ന് കരുതിയാണ് സൈന്യം പുറപ്പെട്ടത്. എന്നാൽ അവർ തിരിച്ചു വന്ന് അവിടെ തന്നെ ഇരിക്കുകയും ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നാലെ വന്ന സഫ്വാൻ ഇബ്നു മുഅദ്ദിൻ എന്ന സഹാബി അവരെ കാണുകയും തൻ്റെ ഒട്ടകത്തിൽ അവരെ കയറ്റി മാന്യമായി സൈന്യത്തോട് എത്തിക്കുകയും ചെയ്തു. ഈ സംഭവം തന്നെ ആയിഷ ബീവിയെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ കപടവിശ്വാസികൾ ഉപയോഗപ്പെടുത്തി. രോഗബാധിതയായ ആയിഷ ബീവി ഇതറിഞ്ഞതുമില്ല. എന്നാൽ പിന്നീട് ഇതറിഞ്ഞ ശേഷം റസൂലിനോട് സമ്മതം ചോദിച്ചുകൊണ്ട് അവർ സ്വന്തം വീട്ടിലേക്ക് യാത്രയായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റസൂൽ ആയിഷ ബീവിയെ കാണാൻ ആഗ്രഹിക്കുകയും വീട്ടിലേക്ക് വന്നപ്പോൾ ആയിഷ ബീവി തൻ്റെ സ്ഥിതിഗതികളെല്ലാം വ്യക്തമായി അവരോട് പറയുകയും ചെയ്തു. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിൻ്റെ വഹീ പ്രകാരം സൂറത്തുൻ നൂറിലെ 11 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ആയിഷ ബീവിയുടെ പരിശുദ്ധിയെ വെളിപ്പെടുത്തി അപവാദം പ്രചരിപ്പിച്ചവർക്ക് കഠിന ശിക്ഷയും വിധിക്കുകയും ചെയ്തു. മറ്റൊരു സംഭവമാണ് ജമൽ യുദ്ധം.
ആ യുദ്ധത്തിലും തെറ്റിദ്ധാരണകൾ നീങ്ങി അവരെ പൂർണ്ണ സുരക്ഷിതത്തോടെ മദീനയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. പ്രവാചകന്റെ മരണസമയം ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ടായിരുന്നു. ആയിഷ ബീവിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ 27 വയസ്സാണ് പ്രായം. ആയിഷ ബീവിയുടെ റൂമിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയിട്ടുള്ളത്. പിന്നീട് അവർ വിവാഹം കഴിച്ചിട്ടുമില്ല. ശേഷം 47 വർഷം തനിയെ ജീവിച്ചു. ആ മഹതി തൻ്റെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവനും ഇസ്ലാമിക ജീവിതത്തിനു വേണ്ടി മാറ്റിവെക്കുകയാണുണ്ടായത്. പിന്നീട് തൻ്റെ 66-ാമത്തെ വയസ്സിൽ ഹിജ്റ 58-ൽ അവർ മരണപ്പെടുകയും ചെയ്തു. ജന്നത്തിൽ ബഖീയിലാണ് അവരുടെ ഖബർ. സ്വർഗ്ഗത്തിൽ നാളെ അവരുടെ കൂടെ നമ്മളെയെല്ലാവരെയും അല്ലാഹു ഒരുമിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.